ഹലോ നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ അലീന എന്തായാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അങ്ങനെ ഹരിയും രോഹിത്തുമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന് മനുവിനോട് അലീന തുറന്ന് പറയുകയും അതനുസരിച്ച് മനു ഹരിക്കിട്ട് പൊട്ടിക്കുകയും ചെയ്യുന്ന എപ്പിസോഡിൻ്റെ പ്രൊമോ നമ്മൾ കണ്ടു. അതിൻ്റെ എപ്പിസോഡിനായിട്ട് എല്ലാവരും കാത്തിരിക്കുന്നത് പോലെ ഞാനും കട്ട വെയിറ്റിങ്ങിലാണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതൊന്നുമല്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അലീനയെ കാണാൻ രേവതിക്കുട്ടി വരികയും രേവതിക്കുട്ടിയിൽ നിന്ന് എല്ലാ സത്യങ്ങളും ബാലചന്ദ്രൻ അറിയുകയും ചെയ്യുന്ന ഒരു എപ്പിസോഡ് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അലീന വൈജയന്തിയുടെ മകളാണ് എന്നുള്ള കാര്യം ബാലചന്ദ്രൻ അങ്ങനെ അറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഷോക്കിലാണ് ബാലചന്ദ്രൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥയൊക്കെ അറിയാനായിട്ട് അലീനയോട് തന്നെ ആദ്യം ചോദിക്കാമെന്ന് കരുതുകയാണ്. അപ്പോൾ അലീനയോട് സംസാരിക്കാനുള്ളൊരു മടി ആദ്യമുണ്ട്. ഇതിലെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ ആ ഒരു കാര്യം അലീനയോട് തന്നെ സംസാരിക്കാനായിട്ട് ബാലചന്ദ്രൻ ചെല്ലുന്നുണ്ട് കേട്ടോ. അലീന ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന സമയം ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ. അപ്പോൾ അലീനയോട് ബാലചന്ദ്രൻ ചോദിക്കുന്നത് കേട്ട് അലീന ആകെ ഷോക്കാവാണ്. അലീനയോട് ചോദിക്കുന്നുണ്ട്, നീ രേവതിക്കുട്ടിയായിട്ട് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു, അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആകെ വിഷമിച്ചു പോവുകയാണ് അലീന. സാർ എന്താ പറയുന്നത്, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഇനി ഒരുപാട് ഒളിച്ച് കളിക്കണ്ട, നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ എങ്ങനെ സാറിന് ചതിച്ചു എന്നൊക്കെ ചോദിക്കുകയാണ്. നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് തന്നെ സെർവൻ്റായിട്ട് വന്നത്, നിന്നെ എന്തിനാണ് കുഞ്ഞിരാമൻ മേനോൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എന്നൊക്കെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് പറയുമ്പോൾ സംശയത്തോടു കൂടിയിട്ട് അലീന ഇങ്ങനെ നോക്കുകയാണ് ബാലചന്ദ്രനെ. അപ്പോൾ അലീന പറയുന്നുണ്ട് അലീനയോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, സ്വന്തം അമ്മയുടെ അടുത്തേക്കല്ലാതെ മറ്റെവിടേക്കാണ് നിന്നെ കൊണ്ടുപോവുക അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആകെ ഷോക്കായി പോവുക കേട്ടോ അലീന. അപ്പോൾ ബാലചന്ദ്രൻ വീണ്ടും പറയുന്നുണ്ട്, ഇങ്ങനെയൊരു ചതി എന്നോട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രയും ആത്മാർത്ഥമായിട്ടാണ് ഞാൻ വൈജയെ സ്നേഹിച്ചത്. എനിക്കറിയില്ല എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നൊന്നും അറിയില്ല. പക്ഷേ നീ പറഞ്ഞത് കേട്ടിട്ട് ഇത് സത്യമാണെന്ന് തന്നെ വിശ്വസിക്കാൻ തോന്നുന്നു. കാരണം നിനക്ക് അങ്ങനെ ഒരു കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയണം. പിന്നെ അതുമാത്രമല്ല, കുഞ്ഞിരാമൻ മേനോൻ അങ്ങ് തിരുവനന്തപുരത്ത് വന്നിട്ടാണ് നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ അതിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നീയും ഈ കുടുംബവുമായിട്ടുള്ള ബന്ധം. അങ്ങനെ നീ എൻ്റെ വീട്ടിലേക്ക് തന്നെ എത്തിച്ചേർന്നത് ഇങ്ങനെയൊരു കാരണം കൊണ്ടാണല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. എന്ത് മറുപടി പറയണമെന്നറിയാതെ ആകെ വിഷമിച്ചു പോവുകയാണ് അലീന കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ വീണ്ടും പറയുന്നുണ്ട്, ഇനി എന്താണ് എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയത്തില്ല. ഇനി ഇതിനെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്താണ് ഇനി നടക്കാൻ പോകുന്നതെന്നോ എനിക്കൊന്നും അറിയത്തില്ല. പക്ഷേ ഈ ഒരു കാര്യം കേട്ടതോടു കൂടിയിട്ട് എൻ്റെ മനഃശക്തിയൊക്കെ കൈവിട്ടു പോയി. ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്ന് വൈജയിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല എന്നൊക്കെ പറയാണ് അലീനയ്ക്കാണെങ്കിൽ ബാലചന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് എന്ത് മറുപടി പറഞ്ഞ് ആശ്വസിപ്പിക്കണം, എന്താണ് ഇതിനൊരു മറുപടി കൊടുക്കേണ്ടത് എന്നറിയാതെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് അലീന. അങ്ങനെ ബാലചന്ദ്രൻ അലീനോട് കുറച്ച് സംസാരിച്ചതിന് ശേഷം പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് രേവതിക്കുട്ടി കയറി വരുന്നുണ്ട്. എന്താ ചേച്ചി, എന്താണ് അങ്കിള് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ സാറ് കേട്ടു എന്ന് പറയാണ്. അയ്യോ, എന്നിട്ട് എല്ലാം കേട്ടു, ഞാൻ അമ്മയുടെ മകളാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മകളാണ് എന്നുള്ള കാര്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്ന് പറയണം. അയ്യോ ചേച്ചി, ഇനി അതിപ്പോൾ പ്രശ്നമാവുമല്ലോ, ചേച്ചിക്ക് ഇനി അവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് രേവതിക്കുട്ടി. എനിക്കറിയില്ല മോളെ, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്താണെങ്കിലും എല്ലാം ഫേസ് ചെയ്യാൻ തീരുമാനിച്ച് തന്നെയല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്, അതുകൊണ്ട് ഇതും ഫേസ് ചെയ്തല്ലേ പറ്റൂ എന്ന് പറയാണ് അലീന. എന്നാലും ചേച്ചി, ഇനിയിപ്പോൾ എന്തായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്, സാറെങ്ങാനും പോയിട്ട് അങ്കിള് പോയിട്ട് ആ മാഡത്തോട് ചോദിക്കുമോ എന്തായിരിക്കും വീട്ടിലുണ്ടാവാൻ പോണത് എന്നുള്ള കാര്യങ്ങളൊക്കെ സംശയിച്ച് ഇങ്ങനെ രേവതിക്കുട്ടി നിൽക്കുകയാണ്. എനിക്കൊന്നും അറിയത്തില്ല മോളെ എന്ന് പറയുന്നുണ്ട്. അതേസമയം ബാലചന്ദ്രൻ ആവട്ടെ അലീനയുടെ റൂമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആകെ തകർന്നൊരു മനുഷ്യനായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ആ കസേരയിലേക്ക് ആകെ വിഷമിച്ച് അങ്ങനെ ഇരുന്ന് പോവാണ്. താൻ കേട്ടതൊക്കെ സത്യം തന്നെയാണോ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ബാലചന്ദ്രൻ. അലീന രേവതിക്കുട്ടിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും റിവൈൻഡ് ചെയ്ത് ബാലചന്ദ്രൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അതേസമയം മനു വരുന്നുണ്ട് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക്. അങ്കിളെ എന്തു പറ്റി, എന്താ ഇവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല മനു എന്ന് പറയണം. അതല്ല, അങ്കിളുടെ മനസ്സിൽ എന്തോ ഒന്ന് കയറിക്കൂടിയിട്ടുണ്ട്, എന്തു പറ്റി അങ്കിളെ എന്നോട് പറ എന്ന് പറയുമ്പോൾ ഒന്നുമില്ലടാ,
കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒന്ന് വീട്ടിൽ പോയിട്ട് വരാം, നീ ഇവിടെ ഉണ്ടാവുമല്ലോ ചോദിക്കുമ്പോൾ ഞങ്ങളെ ഞാൻ ഇവിടെ ഉണ്ടാവും, മംഗൾ പോയിട്ട് വാ എന്ന് പറഞ്ഞ് മനുവിനെ പറഞ്ഞയക്കുകയാണ് ബാലചന്ദ്രൻ. മനുവിനെ പറഞ്ഞേക്കില്ല, മനു ബാലചന്ദ്രനെ വീട്ടിലേക്ക് പറഞ്ഞയക്കുക കേട്ടോ. ഇടയ്ക്കൊന്ന് മാറിപ്പോകുന്നുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം. അങ്ങനെ വീട്ടിലേക്ക് എത്തുന്ന ബാലചന്ദ്രൻ ഒരു തകർന്ന മനുഷ്യനെ പോലെയാണ് വീട്ടിലേക്ക് കയറി വരുന്നത് കേട്ടോ. കാരണം കേട്ട കാര്യങ്ങളൊന്നും സത്യമാവല്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെയാണ് വീട്ടിലേക്ക് വരുന്നത്. ഇതൊന്നും താങ്ങാനുള്ള ശക്തിയില്ല എന്നുള്ളൊരു മനോഭാവത്തോട് കൂടിയിട്ടാണ്, ഇതൊക്കെ സത്യമായിരിക്കുമോ എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ വൈജിയാണ് ഡോറ് തുറന്ന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മുത്തശ്ശി തനിച്ചായതുകൊണ്ട് വൈജ 2 ദിവസത്തെ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈജ ബാലചന്ദ്രനെ ഈ ഒരു അവസ്ഥയിൽ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇത്രയും ഒരു തകർന്ന പോലെ, ആകെ ഷാറ്റേഡായിട്ട്, ആകെ ഒരു മനസ്സ് കൈവിട്ടതുപോലെ ഇങ്ങനെ ബാലചന്ദ്രനെ കാണുമ്പോൾ എന്ത് പറ്റി ബാലചന്ദ്രനെ, അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ബാലചന്ദ്രൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് വൈജ വീണ്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാലചന്ദ്രൻ ഒരു പ്രത്യേക തരം ചിരിയോടെ വൈജ ഇങ്ങനെ നോക്കുക കേട്ടോ. അവളുടെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് വേറൊരു കാര്യമാണ് അറിയാനുള്ളത് എന്ന് പറയാണ് ബാലചന്ദ്രൻ. എന്താ ബാലചന്ദ്രൻ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പെട്ടെന്ന് ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട, വൈജയോട് തൽക്കാലം ഇപ്പോൾ ഒന്നും ചോദിക്കുകയും പറയുകയും വേണ്ട. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മറ്റുള്ളവരിൽ നിന്ന് തന്നെ, വൈജയെ എൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ച ആൾക്കാരുണ്ടല്ലോ, അവരിൽ നിന്ന് തന്നെ സത്യങ്ങൾ അറിയണം എന്ന് തീരുമാനിച്ച് ബാലചന്ദ്രൻ തൽക്കാലം വൈജയോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ നേരെ ചെല്ലുന്നത് റൂമിലേക്ക് ചെന്നിട്ട് ആകെ ഒരു എന്താ പറയുക, ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് വൈജ വീണ്ടും പുറകെ വരുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് തരാമോ, പറ്റുമെങ്കിൽ അതെങ്കിലും ചെയ്യൂ വൈജ എന്ന് വളരെ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്. എൻ്റെ പുറകെ നടന്ന് എന്നെ ശല്യപ്പെടുത്താതെ ഞാൻ ഇത്തിരി നേരം തനിച്ചിരുന്നോട്ടെ എന്നൊക്കെ പറയുമ്പോൾ വൈജയ്ക്ക് എന്തോ പോലെ തോന്നുകയാണ്. കാരണം എന്താണ് ബാലചന്ദ്രൻ്റെ ഈ സ്വഭാവത്തിന് മാറ്റം എന്നുള്ളത് വൈജയ്ക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ വൈജയാണെങ്കിൽ പിന്നീട് വെള്ളം എടുക്കാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് ബാലചന്ദ്രൻ നേരെ ചെല്ലുന്നത് മുത്തശ്ശിയുടെ അടുത്തേക്കാട്ടോ. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ബാല നീ വന്നോ, അലീനയ്ക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി. അമ്മ അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവൾ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ആരാളുള്ളത് ഹോസ്പിറ്റലിൽ, നീ ഇങ്ങോട്ടേക്ക് പോന്നാൽ എന്ന് പറയുമ്പോൾ അവിടെ മനു ഉണ്ട്, മനുവാണ് കൂട്ടിനുള്ളത്, പിന്നെ ആ കൊച്ചുണ്ട് രേവതിക്കുട്ടി, അവളും കൂടി അവിടെ ഉണ്ട് എന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശിയോട് എങ്ങനെ ചോദിക്കും, എങ്ങനെ തുടങ്ങും എന്നറിയാതെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്തു പറ്റി ബാല, എന്താണ് നിനക്ക് പറയാനുള്ളത്, നീ എന്തോ ഒരു കാര്യം ചോദിക്കാൻ വന്നതുപോലെ ഉണ്ടല്ലോ, എന്തു പറ്റി നിനക്ക് എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. അമ്മ, ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മയെങ്കിലും എന്നോട് സത്യം പറയണം, എനിക്ക് ഇനിയും ഇത് താങ്ങാൻ പറ്റില്ല, എനിക്ക് ഇതിനൊരു മറുപടി കിട്ടിയേ പറ്റുള്ളൂ, അതുകൊണ്ട് അമ്മയെങ്കിലും എന്നോട് സത്യം പറയണം എന്ന് പറയണം ബാലചന്ദ്രൻ. എന്തു പറ്റി ബാല, എന്താണ് നീ പറയുന്നത്, എന്താണ് നിനക്ക് അറിയേണ്ടത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അപ്പോൾ ചോദിക്കുന്നുണ്ട്, വൈജിക്ക് ആരോടെങ്കിലും പ്രണയം ഉണ്ടായിരുന്നോ അമ്മേ, എന്നെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് എന്ന് ചോദിക്കണം. ആ ചോദ്യം കേട്ടതും മുത്തശ്ശി ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. എന്താ ബാല നീ ചോദിച്ചത്, അമ്മയ്ക്ക് ഞാൻ ചോദിച്ചത് എന്താണെന്ന് മനസ്സിലായില്ലേ, വൈജിക്ക് എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമായിരുന്നോ, അവൾ സമ്മതം പറഞ്ഞിരുന്നോ, അവൾക്ക് ആരോടെങ്കിലും പ്രണയം ഉണ്ടായിരുന്നോ എന്നാണ് ഞാൻ അമ്മയോട് ചോദിച്ചത് എന്ന് പറയട്ടോ. എന്ത് പറ്റി ബാല, എന്താ ഇപ്പം നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, നിനക്ക് ഇങ്ങനെ ചോദിക്കാൻ എന്താണ് ഇപ്പം ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി. അമ്മയോട് ഞാൻ ചോദിച്ചതിനൊരു മറുപടി തരാൻ പറ്റുമോ, എനിക്ക് ഇനിയും ഇത് മനസ്സിലിട്ട് കൊണ്ട് നടക്കാൻ വയ്യ, അമ്മ ചോദിച്ചതിന് മറുപടി പറയൂ, വൈജിക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശി ആകെ പെട്ടുപോവാട്ടോ, ആകെ ഷോക്കായി പോവാണ്, എന്ത് മറുപടി പറയണമെന്നറിയാതെ. അമ്മ ഇനി എന്നെ ഒന്നും ഒളിക്കാൻ നോക്കണ്ട, എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അമ്മയോട് ചോദിക്കാൻ നിൽക്കുന്നത്, എന്നെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് വൈജ ഒന്ന് പ്രസവിച്ചതാണല്ലേ അമ്മ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ആകെ ഷോക്കായി പോവാട്ടോ. ഒരിക്കലും ഈ കാര്യം ബാലചന്ദ്രൻ അറിയുമെന്ന് മുത്തശ്ശി പ്രതീക്ഷിക്കുന്നേ ഇല്ല കേട്ടോ. എന്താ ബാല നീ പറയുന്നത്, എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ അമ്മ എന്നെ ഇനി ഒളിക്കാൻ നോക്കണ്ട, എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഞാൻ അമ്മയോട് ചോദിക്കാനായിട്ട് വന്നിട്ടുള്ളത്. എന്നെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് വൈജ ഒന്ന് പ്രസവിച്ചതാണല്ലേ, അതിനാണല്ലേ അവൾ ആഗ്രയിൽ നിന്നും നേരെ തിരുവനന്തപുരത്ത് പോയിട്ട് ഒരു വർഷത്തോളം അജ്ഞാതവാസം താമസിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി ആകെ പെട്ടുപോകട്ടോ. മോനെ, അത് നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മ നീ എന്നോടൊന്നും പറയണ്ട, എനിക്ക് അമ്മയുടെ ഈ ഭാവത്തിൽ നിന്ന് തന്നെ എല്ലാം മനസ്സിലാവുന്നുണ്ട് എന്ന് പറയാണ്. എന്താണെങ്കിലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു, എന്നെ എല്ലാവരും കൂടി പറ്റിക്കുകയായിരുന്നല്ലേ, എന്നെ ചതിക്കുകയായിരുന്നല്ലേ, ഒന്ന് പിഴച്ച് പ്രസവിച്ച ഒരു പെണ്ണിനെയാണല്ലേ എൻ്റെ
ജീവിതത്തിലേക്ക് കെട്ടിവെച്ചത് എന്നൊക്കെ ചോദിച്ച് ബാലചന്ദ്രൻ ഇങ്ങനെ ആകെ തകർന്ന ഒരു മനുഷ്യനെ പോലെ മുത്തശ്ശിയോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ മോനെ ബാല അത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുമ്പോൾ എനിക്കിനി ഒന്നും കേൾക്കേണ്ട അമ്മ, എല്ലാം മനസ്സിലായി, എല്ലാവരും കൂടെ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ പിന്നീട് റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പോകുന്ന പോക്കിൽ പറയുന്നുണ്ട്, തൽക്കാലം ഞാൻ അമ്മയോട് ചോദിച്ച കാര്യങ്ങൾ അമ്മയുടെ മനസ്സിൽ തന്നെ ഇരുന്നാൽ മതി, വേറെ ആരോടും അമ്മ പറയാനായിട്ട് നിൽക്കണ്ട എന്ന് പറയട്ടോ. ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോനെ ബാല നീ എങ്ങനെയാണ് ഇതൊക്കെ അറിഞ്ഞത്, നിനക്ക് ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അതിനൊന്നും അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അതിനൊന്നും മറുപടി പറയാതെ ബാലചന്ദ്രൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് വൈജ കോഫി ആയിട്ട് വരുന്നത് കേട്ടോ. ചായയോ കോഫി എന്തോ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ബാലചന്ദ്രൻ അമ്മയുടെ റൂമിലായിരുന്നു, ഞാനിവിടെ നമ്മുടെ റൂമിൽ നോക്കിയിട്ട് കണ്ടില്ല എന്ന് പറയാണ്. ഞാൻ അമ്മയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു, അത് സംസാരിച്ചതാണ്. എന്താ ബാലചന്ദ്രൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, നമ്മളിങ്ങനെ എല്ലാ കാലവും പറ്റിക്കപ്പെട്ട് ഒരു വിഡ്ഢിയായിട്ട് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ, ചില കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നമ്മൾ ഇത്രയും വർഷം ഒരു കോമാളിയായിട്ട് ജീവിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയില്ല, അതിനെപ്പറ്റി ഞാൻ അമ്മയോട് ഇങ്ങനെ സംസാരിക്കാൻ പോയതാന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഒന്ന് നേരെ പറ, മനസ്സിലാവുന്ന രീതിയിൽ പറ എന്ന് പറയട്ടോ വൈജ. അധികം വൈകാതെ എല്ലാം മനസ്സിലായിക്കോളും, തൽക്കാലം ഇത്രയും അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ തൻ്റെ റൂമിലേക്ക് തന്നെ പോവുകയാണ്. പിന്നീടുള്ള രംഗങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രൻ ഈ ഒരു കാര്യം ഉള്ളിൽ വെച്ചുകൊണ്ട് വൈജയോട് ഭയങ്കരമായിട്ട് അവഗണന ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് വൈജി നന്നായിട്ട് അവഗണിക്കുന്നുണ്ട്. അത് മാത്രമല്ല അലീന എല്ലാം ഓക്കെ ആയിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അലീനയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി കാണുമ്പോൾ വൈജയ്ക്ക് ഭയങ്കര പ്രഷർ കയറുകയും വൈജ ഒരു സംഹാര താണ്ഡവമാടാന്നൊക്കെ പറയുന്ന പോലെ അത്രയും ഒരു പ്രോബ്ലം ആ വീട്ടിലുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്നുള്ള മട്ടിലാണ് പിന്നീടുള്ള ബാലചന്ദ്രൻ്റെ പെരുമാറ്റമൊക്കെ. അപ്പോൾ എന്താണെങ്കിലും ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി വൈജയുടെ ജീവിതം കുറച്ച് കഷ്ടത്തിലായിരിക്കും. പക്ഷെ അതൊക്കെ കാണുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമമുണ്ട്. അമ്മയോട് സാറ് ഇങ്ങനെയൊക്കെ കാണിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ വിഷമമുണ്ട്. അമ്മ ഇങ്ങനെ വിഷമിക്കുന്നത് കാണുമ്പോൾ എന്താണെങ്കിലും അവൾ അത് അർഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ബാലചന്ദ്രൻ അവളെ കുറേ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നതൊക്കെ കേട്ടോ. പക്ഷേ വൈജ തെറ്റിദ്ധരിക്കുന്നത് അലീനയും ബാലചന്ദ്രനുമായിട്ടുള്ള ഒരു അവിഹിത ബന്ധത്തിൻ്റെ കഥാരൂപത്തിലാണ്. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ഇനി അവിടെ നിന്ന് അങ്ങോട്ട് കാണാൻ പോകുന്നത് അച്ഛനും മകളും തമ്മിലുള്ള ഒരു സ്നേഹബന്ധാട്ടോ. ബാലച്ചനും അലീനയും തമ്മിലുള്ള, അലീനയുടെ സ്വന്തം ബാലച്ചനായി മാറുന്നുണ്ട് ബാലചന്ദ്രൻ പിന്നീട്. പക്ഷേ ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരേ ഒരു വ്യക്തി ആ വീട്ടിലുള്ളത് വൈജ മാത്രമാണ്. പിന്നെ ഓരോ ഇഷ്യൂ ഉണ്ടാകുമ്പോഴും അലീനയാണ് ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതും എല്ലാവരെയും നല്ല രീതിയിലേക്ക് നടത്തുകയും ഒക്കെ ചെയ്യുന്നത് അലീനയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്റ്റോറി ഞാൻ ഓരോ ദിവസം ഇങ്ങനെ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.